പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. എളിമയുള്ളവർക്കാണ് ദൈവം കൃപ കൊടുക്കുന്നത്. പരിശുദ്ധ അമ്മ ദൈവകൃപ നിറഞ്ഞവളായിരുന്നു. ലൂക്ക 1:28 ദൈവത്തിൻ്റെ ദൂതൻ മറിയത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ മറിയം പറയുന്നു, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അഹങ്കാരമുള്ളത് കൊണ്ടാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് കൃപ ലഭിക്കാതെ വരുന്നത്. അതിനാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അഹങ്കാരം എടുത്തു മാറ്റേണ്ടിയിരിക്കുന്നു. ജെറമിയ 50:31 കർത്താവ് അരുളിച്ചെയ്യുന്നു, അഹങ്കാരി, ഞാൻ നിനക്ക് എതിരാണ്. നമ്മിൽ അഹങ്കാരമുണ്ടാകുമ്പോൾ നമുക്ക് എളിമപ്പെടാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് തന്നെ ദൈവകൃപ നമുക്ക് ലഭിക്കുന്നുമില്ല. എഫേസ്യർ 4:18 തിരുവചനം പറയുന്നു, ഹൃദയ കാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. യാക്കോബ് 4:6 യാക്കോബ് ശ്ലീഹ പറയുന്നു, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കണമെങ്കിൽ ഹൃദയത്തിൽ എളിമ വേണം. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും നമുക്ക് സാധിക്കുകയില്ല. എബ്രായർ 11:6 തിരുവചനം പറയുന്നു, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകും എന്നും വിശ്വസിക്കണം. എബ്രായർ 3:12 വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം ദൈവത്തിൽ നിന്നും അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ എന്ന് തിരുവചനം പറയുന്നുണ്ട്. വിശ്വാസത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നത് സാത്താനാണ്. അവൻ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുകയാണ്. അവൻ്റെ കെണിയിൽ നാം പെട്ടുപോകരുത്. നമ്മുടെ വിശ്വാസത്തെ അവസാനം വരെ പിടിക്കുമെങ്കിൽ, അതായത് അവസാനം വരെ ആ വിശ്വാസം നാം മുറുകെ പിടിച്ചാൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാകുകയുള്ളൂ. യാക്കോബ് 1:21-22 തിരുവചനങ്ങളിലൂടെ യാക്കോബ് ശ്ലീഹ പറയുന്നു, നാം എന്താണ് ചെയ്യേണ്ടതെന്ന്. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ജീവൻ്റെ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരുമായിരിക്കുവിൻ. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുവാനുള്ള കഴിവുണ്ട്. വചനം നാം കേൾക്കുക മാത്രം ചെയ്താൽ നാം ആത്മവഞ്ചകരായി മാറും. വചനമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നത്. കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുമ്പോൾ കർത്താവ് തക്ക സമയത്ത് നമ്മെ ഉയർത്തിക്കുന്നു. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.